ബിജെപിക്കാരാണെങ്കിൽ അവർക്ക് കേസില്ല. ED കൈകാര്യം ചെയ്ത കേസിന്റെ പൊതുചിത്രം ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ 95% പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടാണ്. ഒരേറ്റ ബിജെപിക്കാരനെതിരായിട്ടുമില്ല. ബിജെപിക്കാരനെതിരായിട്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രക്രിയ നടത്താത്തവരാണ് അവർ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴേ ഏറ്റവും അവസാനമായി PC ജോർജ് പറഞ്ഞല്ലോ. PC ജോർജ് പറഞ്ഞെന്താ, എന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജെപിക്കാർ തയ്യാറാക്കിയ കണക്ക് 4.5 കോടി രൂപയുടെ ചെലവാണ്. 4.5 കോടി. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ എത്രയോ ഇരട്ടി പണം ഉപയോഗിച്ചിരിക്കുന്നു. ആ കണക്ക് ഞാൻ വായിച്ചപ്പോൾ ചിരിച്ചുപോയി. ഓരോന്നിന്റെയും പെരുപ്പിച്ച കണക്കായിരുന്നു. 4.5 കോടിയാണ് ഇവിടെ ചെലവാക്കിയത് എന്ന് അദ്ദേഹം പറയാണ്. പിന്നീട് BJP നേതൃത്വം ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വായ മൂടിക്കെട്ടി. എന്നിട്ടത് തിരുത്തി അല്ലെങ്കിൽ പറയുന്നത് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. ഇതൊരു ഭാഗം. കേസുണ്ടോ EDയുടെ പോയെ? ഇവിടെ ഈ 4.5 കോടി എന്ന് പറയുന്നത് കള്ളപ്പണല്ലേ? അത് വെള്ളപ്പണമായിട്ടല്ലേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് BJP? ഇതേതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലാണോ? കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ അവർ A ക്ലാസ് എന്ന് രേഖപ്പെടുത്തിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 4-5 കോടി ഉറുപ്പികയല്ലേ ചെലവാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്? കള്ളപ്പണം അല്ലാണ്ട് വെള്ളപ്പണമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറഞ്ഞത്, അതിനു മുമ്പ് ആ പുറത്തു വന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാം. തരൂർ സതീശൻ എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി, വേറെ ആരും കേട്ടോ, BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന തിരൂർ സതീശൻ പറഞ്ഞു ചാക്ക് കെട്ടിയിട്ടാണ് പണം കൊണ്ടുവന്നത്. എത്ര? 15 കോടി. 15 കോടി ഉറുപ്പിക BJPയുടെ ഓഫീസിൽ ചാക്ക് കെട്ടി കൊണ്ടുവന്നു എന്നാണ്. ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി കൊടുത്തു. എന്നിട്ട് പലരും കൊണ്ടുപോയി. കള്ളപ്പണല്ലേ? വല്ല നിയമവും അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടെടുത്തോ BJPക്കെതിരായിട്ട്? ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഇതുപോലുള്ള സംഭവ പരമ്പരകളാണ്. അതിശക്തിയായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? അതേ ഓഫീസിലാണ് ഇപ്രാവശ്യം 25 കോടി ഇടപാട് നടന്നത്. 25 കോടി. നേരത്തെ പറഞ്ഞ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഞാൻ ചോദിക്കുകയാണ്, ED എന്ന് പറയുന്ന ഈ വിഭാഗം വലിയ സത്യസന്ധന്മാരായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണല്ലോ ഇപ്പോ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഈ EDക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്തില്ല? 15 കോടി ഉറുപ്പിക എന്റെ കൺമുമ്പിലൂടെ ചാക്ക് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരികയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, BJPയുടെ ഓഫീസ് സെക്രട്ടറിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഇന്നേവരെ? ഇതാണ് ED. ഇപ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വീണ്ടും പറഞ്ഞു 25 കോടി. അത് ഓഫീസ് സെക്രട്ടറി തന്നെ. ആ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. ആ ഓഫീസ് സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മൺമുമ്പിലൂടെയാണ് ഈ 25 കോടി ഉറുപ്പിക കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്തേ ചോദ്യം ചെയ്യാത്തത് ED? ഇനിയിപ്പോ ഇതെല്ലാം പുറത്തുള്ള കേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. ഇനി കോടതിയുടെ ഭാഗമായിട്ട് വന്ന കേസ് പറയാം. ഇതിന് തൊട്ട് മുമ്പ് ഒരു കുഴൽപ്പണ കേസ്. കുഴൽപ്പണം എന്ന് പറയുന്നത് തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അയക്കുക, ഇവിടെ പണമായിട്ട് മാറിക്കൊടുക്കുക വിദേശത്ത് നിന്ന്. അത് 3.5 കോടി ഉറുപ്പിയുടേതാണ്. 3.5 കോടി ഉറുപ്പിക പോലീസ് പിടിച്ചു. കേസായി. ഹൈക്കോടതി EDയോട് പറഞ്ഞു അന്വേഷിക്കാൻ. EDയോട് ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് അന്വേഷിക്കാൻ ED തയ്യാറായില്ല. 3.5 കോടി ഉറുപ്പിയുടെ കുഴൽപ്പണം. കൊടകര, പ്രസിദ്ധമായ കൊടകര കേസ്, അതാണ് കുഴൽപ്പണ കേസ്. കൊടകരയിലെ കുഴൽപ്പണ കേസ് അന്വേഷിച്ചോ ED? അന്വേഷിച്ചു. നിങ്ങൾ പിന്നെ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ കേസ് ചാർജ് ചെയ്ത കഴിഞ്ഞ 12 കൊല്ലക്കാലത്തിന്റെ ചിത്രത്തിൽ 95% കേസ്. 95% കേസ്. നിങ്ങൾക്കറിയാം, ആ കേസിന്റെ ഒരു ചിത്രം പരിശോധിച്ച് നോക്കിയാൽ
നമ്പർ തന്നെ എടുത്ത് പരിശോധിക്കണം, എന്നാലേ അതിന്റെ കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഇതേവരെയുള്ള കണക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കണക്ക് ED ആകെ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തി എന്ന് പറയുന്ന കേസിന്റെ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് 8000 കേസാണ് മൊത്തം വന്നത്. ഈ 12 കൊല്ലക്കാലത്തിന്റെ ഇടയിൽ വന്ന കേസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കേസ് ഏതാണ്ട് 5900 കേസാണ്. 5900ഓളം കേസാണ് അതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. എന്നിട്ട് 7450 റെയ്ഡ് നടന്നു. 7450 റെയ്ഡ് നടന്നു. അപ്പൊ ആരെയും കയറി പിടിക്കുന്നതാണല്ലോ റെയ്ഡിന്റെ ഒരു കാര്യം. കുറ്റപത്രം സമർപ്പിച്ചത് ഇതെല്ലാം 10-15 കൊല്ലമൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അവർക്കൊരു മുഖമാതം സൃഷ്ടിക്കുകയെ കൊണ്ടു. നമ്മുടെ പാർട്ടി നേതാക്കന്മാര്, പ്രവർത്തകര്, പ്രതിപക്ഷ നേതാക്കന്മാര് ഇവരെല്ലാം ഈ രീതിയിൽ എന്തോ വലിയ കള്ളപ്പണം വെളുപ്പിച്ചവരാണ് എന്ന് പറഞ്ഞു നിർത്തിയേ കൊണ്ടു. കേസിന്റെ കാര്യം എന്തെന്ന് അവർ നോക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, റെയ്ഡ് നടന്നത് 7450. കുറ്റപത്രം കോടതിയിൽ കൊടുത്തത് 9%. 5900 കേസിന്റെ കുറ്റപത്രം കൊടുത്തത് ഞാൻ ഈ പറഞ്ഞ 9%. ശിക്ഷിച്ച കേസിന്റെ എണ്ണം 25. ശിക്ഷിച്ച കേസിന്റെ എണ്ണം 25 എന്ന് പറഞ്ഞാൽ 0.5%. ഇതാണ് EDയുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് പരിശോധിച്ചാൽ 12 കൊല്ലം. അപ്പൊ EDക്ക് താല്പര്യമുള്ള കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ മധ്യത്തിൽ അവഹേളിക്കുന്നതിനു വേണ്ടി, അവരെ കൽത്തുറങ്കിലടക്കുന്നതിനു വേണ്ടി ഒരു പുകമറയായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. ആ കേസിന് ഭാവി എന്ത് എന്ന് ചോദിക്കുമ്പോൾ 25 ആളെയാണ് ശിക്ഷ, 25 കേസിലാണ് ശിക്ഷ. ആ ശിക്ഷയുടെ തന്നെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 9% മാത്രമാണ്. 0.5% റിസൾട്ട്. 25 ആണ്. കുറ്റപത്രം കൊടുത്തത് 9%. എത്രയില്? ഞാൻ ഈ പറഞ്ഞ 5900 കേസ്. ഇതല്ലേ നിങ്ങളുടെ EDയുടെ ഒരു നിലപാട്? ഇനി വേറൊരു ചിത്രം പറയാം. കോൺഗ്രസ് ആകുക, തൃണമൂൽ കോൺഗ്രസ് ആകുക, RJD ആകുക, NCP ആകുക, ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി ആകുക, കോൺഗ്രസ് ഉൾപ്പെടെ, അവരെയെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ കേസിൽ ഉൾപ്പെടുത്തുക.